ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് കടുക് വറുക്കാനായിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ വേണം. അതിനായിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ചോറിലെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് അല്പം കറിവേപ്പില, 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഇത് ഇങ്ങനെ ചേർക്കണമെന്നില്ല, ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ ചേർക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ചേർക്കാതെ കടുക് വറുത്ത് ചേർത്താലും കുഴപ്പമില്ല. ഇനി നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി